ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഒരു മുളകച്ചാറ്. അപ്പൊ അതിന്റെ അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു, അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ മുളക് നന്നായിട്ട് ഇതാ കഴുകി എടുത്തിട്ടുണ്ട്, അതിന്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ് വേണ്ടത്. അപ്പൊ 3 വലിയ അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പുളിയാണ്. അപ്പൊ നാരങ്ങ വലുപ്പത്തിലുള്ള 2 ഉണ്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടും ചൂടാക്കി എടുത്താൽ മതി. തിളപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനിയാക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആദ്യം മുളകൊന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും, അപ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ മുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു സ്റ്റീൽ പാന് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ വഴറ്റിയിട്ടെടുക്കുക. അപ്പൊ സ്റ്റീൽ പാൻ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ പെട്ടെന്ന് വറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. ഞാൻ ഈ ഒരു പാൻ എടുക്കാൻ കാരണം എന്താ വെച്ചാല് നമുക്ക് ഇതിന്റെ കളറൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ നോൺ സ്റ്റിക് പാൻ എടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇതിന്റെയും പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് പകുതിയോളം ഒന്ന് വറ്റി വരണം. പുളിയെല്ലാം ഈ മുളകിലേക്കൊന്ന് പിടിച്ചു കിട്ടണം. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി മുഴുവനായിട്ടും നമുക്ക് ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അച്ചാറുണ്ടല്ല എത്ര വേണമെങ്കിലും പുറത്തിരിക്കൂട്ടാ. ഈ ഒരു ടൈമിൽ ഒരു 1/4 കപ്പ് വിനാഗിരി കൂടെ ചേർത്തിട്ട് വറ്റിച്ചെടുക്കുക. ഞാനിപ്പോ ഇവിടെ ചേർക്കുന്നില്ല, കുറഞ്ഞ അളവിലല്ലേ ഞാൻ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി അച്ചാറിന് ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടാനും മധുരത്തിന് നമ്മൾ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിലും ശരി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പൊ അത്താഴത്തിനൊക്കെ ഇത് നമുക്കിപ്പോ നോമ്പ് 20 ഈ സമയം ആകുമ്പോഴേക്ക് തന്നെ വായന്റെ ടേസ്റ്റും എല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചോറൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പൊ അതാ ഇത് വറ്റി വന്നിട്ടിട്ട് മുളകില് മധുരം പുളി എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ വീട്ടിൽ വെള്ളക്കാന്താരി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.